2 ബിറ്റ് അസിൻക്രണസ് കൗണ്ടേഴ്സ് അല്ലെങ്കിൽ റിപ്പിൾ കൗണ്ടർ പറഞ്ഞു. അതുപോലെ 3 ബിറ്റ് ആകുമ്പോൾ എത്രയാണ്? 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് വരും. 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് വരുമ്പോൾ 3 ഔട്ട്പുട്ടുകൾ Q0, Q1, Q2. നമുക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആദ്യത്തേന് ക്ലോക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കും. രണ്ടാമത്തേൻ്റെത് ഒന്നുകിൽ Q വാല്യൂ കൊടുക്കും അല്ലെങ്കിൽ Q ബാർ വാല്യൂ കൊടുക്കും. ഏത് വേണമെങ്കിലും നമുക്ക് ആപ്ലിക്കബിളാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തതിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് J0, K0 ടൈ ചെയ്ത് 1 കൊടുത്തു. അതുപോലെ J1, K1 ടൈ ചെയ്ത് 1 കൊടുത്തു. J2, K2 ടൈ ചെയ്ത് 1 കൊടുത്തു. ഓക്കെ, അതിൻ്റെ ഇൻപുട്ട്സ് നമ്മൾ ഓൾറെഡി 1 ആണ് എന്നുള്ള രീതിക്ക് കൊടുത്തു. ദെൻ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് Q0 ബാർ, രണ്ടാമത്തേൻ്റെത് Q1 ബാർ, അടുത്തത് Q2 ബാർ. ഓക്കെ, ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ ഡയറക്റ്റ് ക്ലോക്ക് കൊടുത്തു. ദാറ്റ് ഇസ് എ പോസിറ്റീവ് ക്ലോക്ക്, പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും ആണ്, കാരണം ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. ദെൻ രണ്ടാമത്തത് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ Q ബാറാണ്. Q ബാർ എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലിമെൻറ്റ് വന്ന് വരുന്നതാണ്. സോ ബബിളിംഗ് ഉണ്ട്. ബബിളിംഗ് പ്ലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ക്ലോക്ക് പൾസ് ആണ്? നെഗറ്റീവ് ക്ലോക്ക് പൾസിങ് ആണ്, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ് വർക്ക് ചെയ്യുന്നത്. ദെൻ അടുത്തത് മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക് കൊടുക്കുന്നത് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടായ Q1 ബാറിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു 3-ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ തന്നേക്കുന്നത്. ഓക്കെ, ഇനി 4-ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പും കൂടി വരും, J3, K3. അത് നമ്മൾ ടൈ ചെയ്ത് ഹൈയിൽ കൊടുത്തു. ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? Q2 ബാർ ആയിരിക്കും ക്ലോക്ക് പൾസ് ആയിട്ട് കൊടുക്കുക. ഇവിടെ മൂന്നാമത് അടുത്ത ഒരെണ്ണം വരും, J3, K3. അത് രണ്ടും കൂടി ടൈ ചെയ്ത് ഹൈയിൽ കൊടുത്തു. ദെൻ ഇതിൻ്റെ Q2 ബാറാണ് ഇവിടെ ക്ലോക്ക് പൾസ് ആയിട്ട് കൊടുക്കുന്നത്. ദെൻ Q3 ഈസ് ദ ഔട്ട്പുട്ട്. ഇതായിരിക്കും 4-ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ. ഓക്കെ, അപ്പോൾ എത്ര ബിറ്റ് എന്നതിനെ ആശ്രയിച്ചിരിക്കും എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ്. അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ 3 ബിറ്റ് വെച്ച് നമുക്ക് എത്ര കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവരെ കൗണ്ട് ചെയ്യാനുള്ള ഒരു അസിൻക്രണസ് കൗണ്ടറാണ് ഈ വരച്ചേക്കുന്നത്. ദെൻ റിപ്പിൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ അസിൻക്രണസ് കൗണ്ടേഴ്സിനെ തന്നെ നമ്മൾ റിപ്പിൾ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് എഴുതിയേക്കുന്നത്. ഫസ്റ്റ് ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ്, രണ്ടാമത്തത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്. ഇനി ക്ലോക്ക് പൾസസിൻ്റെ ആപ്ലിക്കേഷൻസ് അനുസരിച്ച് അവിടെ വരുന്ന ചേഞ്ചസ് ആണ്. Q0 എന്ന് പറയുന്ന ഒരു ചെറിയ ചേഞ്ച് വരും. നമ്മൾ വരയ്ക്കുമ്പോൾ ആ ചേഞ്ച് കാണിച്ചില്ലെങ്കിലും Q0ക്കകത്തൊരു ചെറിയ ചേഞ്ച്, പ്രൊപ്പഗേഷൻ ഡിലേ വരും. ദെൻ Q2ഉം Q3യും വെയിറ്റ് ചെയ്യും കുറേ നേരം. അപ്പോൾ ആ ഡിലേസ് എല്ലാം നമ്മുടെ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യും. വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ നോക്കുന്നില്ല, പക്ഷേ ആക്ച്വലി എന്തായിരിക്കും? Q0 കിട്ടിയാലേ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ, എങ്കിൽ മാത്രമേ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആവത്തുള്ളൂ. അപ്പോൾ അത് ആക്റ്റീവാക്കി എടുക്കുന്ന സമയം അതിൻ്റെ പ്രൊപ്പഗേഷൻ ടൈം അല്ലെങ്കിൽ ഡിലേ ടൈം എന്ന് പറയും. ദെൻ അസിൻക്രണസ് കൗണ്ടർ ഒരു T ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച്, നേരത്തെ JK ആയിരുന്നു, ഇപ്പോൾ ഒരു T ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. സെയിം തന്നെ Tകൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും, ഇതൊരു 3-ബിറ്റ് അസിൻക്രണസ് കൗണ്ടറാണ്. 3-ബിറ്റ് അസിൻക്രണസ് എന്ന് പറയാൻ കാരണം 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകളുണ്ട്. 3ഉം T ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ്. സോ 3ൻ്റെയും T തമ്മിൽ കണക്ട് ചെയ്ത് 1 അല്ലെങ്കിൽ ഹൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേൻ്റെത് ആദ്യത്തേൻ്റെ Q ബാർ ഔട്ട്പുട്ട്, മൂന്നാമത്തേൻ്റെത് രണ്ടാമത്തേൻ്റെ Q ബാർ ഔട്ട്പുട്ട്. ദെൻ ഔട്ട്പുട്ടുകൾ Q0, Q1, Q2. ഓക്കെ, ഇത് T ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ളത്. JK വെച്ചിട്ടുള്ളത് നോക്കി T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഒരു അസിൻക്രണസ് കൗണ്ടേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തു. ദെൻ അസിൻക്രണസ് ഡൗൺ കൗണ്ടർ. ഡൗൺ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ബിറ്റ് ഡൗൺ കൗണ്ടർ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് 3-ബിറ്റ് അപ്പ് കൗണ്ടർ. എന്തുകൊണ്ടാണ്? 0യിൽ നിന്ന് 1, 1ൽ നിന്ന് 2, 2ൽ നിന്ന് 3, 3ൽ നിന്ന് 4 അങ്ങനെ പോകുന്നു.
ഡൗൺ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബിറ്റ് ആണെങ്കിൽ ആദ്യത്തത് 7, 7ൽ നിന്ന് 6, 6ൽ നിന്ന് 5, 5ൽ നിന്ന് 4, ദെൻ 3, 2, 1, 0. അങ്ങനെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് ഡൗൺ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്രിമെൻ്റ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നതും എന്താണ്? 0, 1, 2, 3, 4 അങ്ങനെ എണ്ണുന്നതാണ് ഇൻക്രിമെൻ്റ് കൗണ്ടേഴ്സ് അല്ലെങ്കിൽ അപ്പ് കൗണ്ടേഴ്സ്. 7, 6, 5, 3, 2, 1, 0 ഇങ്ങനെ എണ്ണുന്നതാണ് ഡൗൺ കൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് കൗണ്ടേഴ്സ്. അപ്പോൾ ഇതൊരു 3 ബിറ്റ് ഡൗൺ കൗണ്ടേഴ്സ്. ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കും. എങ്ങനെയാണ് നമുക്ക് ഇത് വച്ചിട്ട് ഡൗൺ ആണ് അപ്പാണ് എന്നുള്ളത് എങ്ങനെ കാണാം എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്. ജസ്റ്റ് ഇതുപോലെ ആയിരിക്കും നമ്മുടെ അപ്പ് കൗണ്ടർ അല്ലെങ്കിൽ ഡൗൺ കൗണ്ടർ എന്നുള്ളതാണ് കാണിക്കുന്നത്. ദെൻ മോഡ് 6 ഓർ ഡിവൈഡ് ബൈ 6 അസിൻക്രണസ് കൗണ്ട്. മോഡ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് 6. മൊത്തത്തിൽ എത്ര കൗണ്ട് ഉണ്ടാവും? 6. എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? 0 to 5 വരെ ആയിരിക്കും കൗണ്ട് ചെയ്യുന്നത്. മൊത്തത്തിൽ 6 കൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൗണ്ടറാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് വിത്ത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതെന്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു ആൻഡ് ഗേറ്റ് വന്നു, അതിൽ QB QC മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ Q0 Q1 Q2 മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളത് അതിൻ്റെ ഡിസൈൻ വരുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും. ജസ്റ്റ് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ മോഡുലസ് 6 കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 6 കൗണ്ടേഴ്സ് എന്ന് പറയാം. അതിനകത്ത് 0 to 5 വരെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 0, 1, 2, 3, 4, 5. 5 കഴിഞ്ഞാൽ എഗെയിൻ 0, 1, 2, 3 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മോഡ് 6 കൗണ്ടർ എന്ന് പറയുന്നത്. 6th കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0, 0 ആണ്. അപ്പോൾ അതുകൊണ്ടാണത് മോഡ് 6. മോഡ് 8 ആണെങ്കിൽ എന്തായിരിക്കും? 0, 0, 0 മുതൽ 8 വരെയുള്ളത് കൗണ്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് മോഡ് 6 അല്ലെങ്കിൽ മോഡ് 2 അല്ലെങ്കിൽ മോഡ് 10, മോഡ് 12 ഇതൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇതുവരെ ഉള്ളത് എന്താണ് ഒരു അസിൻക്രണസ് കൗണ്ടർ, എന്താണ് സിൻക്രണസ് കൗണ്ടർ, എങ്ങനെയാണ് ഒരു അസിൻക്രണസ് കൗണ്ടർ വരുന്നത്, എങ്ങനെയാണ് ഒരു സിൻക്രണസ് കൗണ്ടർ വരുന്നത്, അതുപോലെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്രയാണ്, എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യണം, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ. എത്ര ബിറ്റിൻ്റെ കൗണ്ടറാണ് ഡിസൈൻ ചെയ്യുന്നത്, എത്ര ബിറ്റാണോ അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണ്ടി വരും. അപ്പോൾ അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് 0 മുതൽ 2n-1 കൗണ്ട് വരെ നമുക്ക് എണ്ണാൻ പറ്റും. അപ്പോൾ അതിൽ അസിൻക്രണസ് ആണെങ്കിൽ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രം ഡയറക്റ്റ് ക്ലോക്ക്, അടുത്തതെല്ലാം ഒന്നുകിൽ Q ഔട്ട്പുട്ട് അല്ലെങ്കിൽ Q ബാർ ഔട്ട്പുട്ടായിരിക്കും ക്ലോക്കായിട്ട് യൂസ് ചെയ്യുന്നത്. സിൻക്രണസിനകത്താണെങ്കിൽ എല്ലാത്തിനും സെയിം ക്ലോക്ക് തന്നെ അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാകും. സോ ഡിലേ ടൈം സിൻക്രണസിനകത്ത് ഉണ്ടാവില്ല, അസിൻക്രണസിനകത്ത് ഉണ്ടാവും. അസിൻക്രണസിനകത്ത് ഉണ്ടാവാനുള്ള കാരണം ആദ്യത്തേന് മാത്രം ഡയറക്റ്റാണ്. അപ്പോൾ രണ്ടാമത്തത് ആക്റ്റീവ് ആവണമെങ്കിൽ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം. ചെയ്തിട്ടില്ല എങ്കിൽ രണ്ടാമത്തത് ആക്റ്റീവ് ആവത്തില്ല. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് നമ്മൾ പറയുന്ന കണക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുവരെ ചിലപ്പോൾ 2, 3, 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നെങ്കിൽ ആദ്യത്തേൻ്റെ ഔട്ട്പുട്ട് വരുന്നത് വരെ രണ്ടാമത്തത് വെയിറ്റ് ചെയ്യണം. രണ്ടാമത്തേൻ്റെ ആദ്യത്തേൻ്റെ വരുന്നത് വരെ മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെയിറ്റ് ചെയ്യണം. ദെൻ 1, 2, 3 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് വരെ നാലാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ആ സർക്യൂട്ട് നമ്മൾ നേരത്തെ ഒരു ടൈമിംഗ് ഡയഗ്രാം വരച്ചപ്പോൾ Q0 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലോക്ക് പൾസ് കഴിഞ്ഞപ്പോൾ 1 ആയി, ദെൻ അടുത്ത ക്ലോക്ക് പൾസിൽ 0 ആയി, പിന്നെ അടുത്ത ക്ലോക്ക് പൾസിൽ 1 ആയി, വീണ്ടും 0 ആയി, അങ്ങനെ പോകുന്നത്. Q1 എടുത്തപ്പോഴത്തേക്ക് Q0 എന്ന് പറയുന്നതിൻ്റെ ഒരു പൾസ് കംപ്ലീറ്റ് ആവുന്നത് വരെയും എന്താണ് Q1 0 ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത അതിൻ്റെ Q0യുടെ ഒരു പൾസ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു പൾസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും, ഒരു 0യും ഒരു 1ഉം കൂടി വരുന്നതാണ് ഒരു ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ എന്താണ് അത് 1. അങ്ങനെയായിരിക്കും നമ്മൾ ഓരോ കൗണ്ടറിലും എന്ത് ചെയ്യുന്നത്, QA ആണെങ്കിലും Q0 ആണെങ്കിലും Q1 ആണെങ്കിലും Q2 ആണെങ്കിലും Q3 ആണെങ്കിലും വരയ്ക്കുന്നത്.